ഒരു അടിമസമർപ്പണം നടത്തുന്ന ആള് ഈ അപ്പോസ്തലന്മാരെ പോലെ, ആദിമസഭയെ പോലെ, യോഹന്നാനെ പോലെ അമ്മയിലൂടെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ സ്തുതിക്കായി ചെയ്യുക എന്നുള്ളതാണ് അടിമസമർപ്പണം നമ്മോട് ആവശ്യപ്പെടുന്നത്. രണ്ടാമതായി, അടിമസമർപ്പണം മറിയത്തോടൊപ്പമുള്ള പ്രവർത്തനമാണ്. നമുക്കറിയാം, പരസ്യ ജീവിതത്തിന് മുൻപ് അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ഈശോ എവിടെയാണ് വസിച്ചിരുന്നത്? ആ 30 വർഷം വരെയുള്ള കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തത്, ഈശോയുടെ സ്നേഹിതർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തത് പരിശുദ്ധ അമ്മയാണ്. ഈശോയുടെ സ്വർഗാരോപണ ശേഷവും പരിശുദ്ധ അമ്മ തന്നെയാണ് അപ്പോസ്തലന്മാരെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. അവർ പരിശുദ്ധ അമ്മയോടൊപ്പം ജീവിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അടിമസമർപ്പണം നടത്തുന്ന ആളുകളെല്ലാവരും അനുദിന ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ജീവിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അടിമസമർപ്പണം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഞാൻ സൂചിപ്പിച്ചു, എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അമ്മേ മാതാവേ എന്ന് വിളിച്ചു കിടക്കുമ്പോഴുള്ള ഒരു അനുഭവം, അത് എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയോടൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത്. എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കൊരു സല്യൂട്ട് പറഞ്ഞ് എഴുന്നേൽക്കുന്നത്. ഞാൻ ആർച്ച് ബിഷപ്പ് കൊർണേലിയൂസ് ഉലഞ്ഞിക്കലിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം യാത്ര പറയുന്നതിന് മുമ്പ് ഒരമ്മയോടെന്ന വണ്ണം പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ടാണ് യാത്ര പുറത്തേക്ക് പോകുക. പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ സാധാരണ ഒരു ഹാറ്റ്, തൊപ്പി തലയിലുണ്ടാകും. ആ തൊപ്പി ഊരി അമ്മയെ ആചാരം ചെയ്ത ശേഷമാണ് അഭിമന്യ കൊർണേലിയൂസ് ഉലഞ്ഞിക്കൽ പിതാവ് തൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കുക. ഇത് പരിശുദ്ധ അമ്മയോടൊപ്പമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു പ്രതീകമാണ്, ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് അടിമസമർപ്പണം നടത്തുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രത്യേകമായ ബന്ധം, അത് നമ്മെ ക്രിസ്തുവിനോട് അടുപ്പിക്കുകയാണ്. നമുക്കറിയാം, അടിമസമർപ്പണം നടത്തുന്ന ആളുകൾ മറിയത്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ വീഞ്ഞ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചു കൊണ്ടാണ്. സമയമായിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം ജീവിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ ആ ഹിതവും അമ്മയുടെ വാക്കുകളും അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നാം ക്രിസ്തുവുമായി കൂടുതൽ അടുക്കുകയും ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുകയും ചെയ്തു. നമുക്കറിയാം, ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസും തള്ളിപ്പറഞ്ഞ പത്രോസും സമാനമായ വീഴ്ചകളാണ് ജീവിതത്തിൽ വരുത്തുക. എന്നാൽ ഈ 2 പേരിൽ പത്രോസ് മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് ചെന്നത്. അമ്മയോട് താൻ ചെയ്ത അപരാധം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മകനെ, ഈശോ അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന്. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി പത്രോസ് ഈശോയുടെ അടുക്കൽ പോയി. അങ്ങനെ സഭയുടെ നേതൃത്വനിരയിലേക്ക് ആദ്യത്തെ പോപ്പായിട്ട്, സഭയുടെ നേതാവായിട്ട് പത്രോസ് മാറ്റപ്പെടുകയാണ്. അതുപോലെ ഒരു അടിമസമർപ്പണം നടത്തുന്ന ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളിലും അമ്മയോട് ആലോചന നടത്തുകയും അമ്മയ്ക്ക് വേണ്ടി ഈശോയെ സമീപിക്കുകയും അമ്മയുടെ മഹത്വത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് നന്മയും സഹായവും ചെയ്തു കൊടുക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ മറിയത്തിൽ തന്നെയാവണം ഒരു അടിമസമർപ്പണം നടത്തുന്നവരുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും. നമുക്കറിയാം, പെന്തക്കോസ്താ ദിവസത്തിൽ പരിശുദ്ധ മറിയത്തിലോടുകൂടെ ചേർന്ന് നിന്നപ്പോഴാണ് അമ്മയിൽ തന്നെയാണ് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മക്കളായ നമ്മൾ അമ്മയോട് കൂടെ തന്നെ, അമ്മയിൽ തന്നെ എല്ലാ പ്രവൃത്തികളും ചിന്തകളും വാക്കുകളും നിർവഹിക്കുവാനായിട്ട് പരിശ്രമിക്കുക. അതായത്, നമുക്കറിയാം, ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് അമ്മയ്ക്ക് വിഹിതമല്ല എങ്കിൽ അത് ചിന്തിക്കാതിരിക്കുക. ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ചേർന്ന് പോകാത്തതാണെങ്കിൽ അത് പ്രവർത്തിക്കാതിരിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ
ആലോചിക്കുകയും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ വ്യാപരിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ചേരാത്തതാണ് എങ്കിൽ അതുപേക്ഷിക്കുക. അങ്ങനെ നമ്മുടെ ചിന്തയും അതോടൊപ്പം തന്നെ സംസാരവും പ്രവൃത്തികളും പരിശുദ്ധ അമ്മയോടൊപ്പമായിരിക്കുക. അങ്ങനെ പരിശുദ്ധ അമ്മയോടൊപ്പമായിരിക്കുമ്പോൾ തീർച്ചയാണ് അത് നമ്മുടെ കർത്താവിന് പ്രീതികരമായിട്ടുള്ള വാക്കായിട്ട് മാറും. അത് നമ്മുടെ കർത്താവിന് പ്രീതികരമായ ചിന്തയായിട്ട് മാറും. അത് നമ്മുടെ കർത്താവിന് പ്രീതികരമായ പ്രവൃത്തിയാകും. ഇതാണ് അടിമസമർപ്പണത്തിൻ്റെ ആന്തരികമായ സത്ത. ആയതിനാൽ പരിശുദ്ധ അമ്മയ്ക്ക് അടിമസമർപ്പണം നടത്തുന്ന ഒരാൾ കുറേ കൂടെ ഈശോയ്ക്കും അതോടൊപ്പം തന്നെ ത്രിത്വൈക ദൈവത്തിനും പ്രീതിയിൽപ്പെട്ടവരായിത്തീരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ആ വികാരത്തോടുകൂടെ വേണം നമ്മൾ അടിമസമർപ്പണത്തെ കാണാനായിട്ട്. തീർച്ചയായും ഈശോയെ തള്ളിപ്പറയുകയല്ല അടിമസമർപ്പണത്തിലൂടെ നാം ചെയ്യുക. പരിശുദ്ധ അമ്മയിലൂടെ അമ്മയോടൊപ്പം അപ്പോസ്തലന്മാർ വസിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും അമ്മ എന്നുള്ള ആന്തരികമായിട്ടുള്ള ഒരു ആത്മീയമായ മാതൃത്വം അമ്മയുടെ അംഗീകരിച്ചുകൊണ്ട് അമ്മയിലൂടെ ഈശോയിലേക്ക് നമ്മൾ നടന്നീങ്ങുകയാണ്. അമ്മയോടൊപ്പം ഈശോയിലേക്ക് നമ്മൾ നടന്നീങ്ങുകയാണ്. അമ്മയോടൊപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈശോയിലേക്ക് നടന്നീങ്ങി. അങ്ങനെ നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ചാരെ എപ്പോഴും അമ്മയുണ്ട് എന്നുള്ള അനുഭവത്തിൽ ജീവിക്കുകയാണ് ഈ അടിമസമർപ്പണത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗം. ആയതിനാൽ ഈ 3 ദിവസത്തെ ശുശ്രൂഷകളിലൂടെ സംബന്ധിക്കുമ്പോൾ പലപ്പോഴും നിങ്ങളിൽ ഉണ്ടാകാവുന്ന ഒരു ആകുലത ഇതാണ്. സഭ ഇപ്രകാരമൊക്കെ പഠിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഓവറായിട്ടുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത്. ആയതിനാൽ പ്രത്യേകിച്ച് ഓർക്കുക, അമ്മയ്ക്ക് എപ്പോഴും പ്രീതികരമായിട്ടുള്ളത് തീർച്ചയായും ഈശോയ്ക്ക് പ്രീതികരമായിട്ടുള്ളതായിരിക്കും. ഈശോയ്ക്ക് പ്രീതി നൽകാത്തതൊന്നും തന്നെ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയോ ആഗ്രഹിക്കുകയോ അതോടൊപ്പം തന്നെ ചിന്തിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ട് അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു കുടുംബത്തിൽ നമുക്കറിയാം അപ്പച്ചനോട് അടുക്കാനായിട്ട് അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമാണ് ഏറ്റവും അനുചിതമായത്. അതുപോലെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അപ്പച്ചന് കൂടുതൽ പ്രീതി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള അവബോധത്തിൽ നമുക്ക് നമ്മുടെ ക്രൈസ്റ്റ് ജീവിതത്തിൽ എപ്പോഴും അമ്മയോട് ചേർന്ന് ജീവിതം നയിക്കാൻ പരിശ്രമിക്കാം. അതിനുവേണ്ടി കൃപയ്ക്ക് വേണ്ടി ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.